ഇസ്ലാമിക റാഡിക്കൽ, അതായത് ഇതേപോലെ തീവ്രവാദ സംഘടനകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവരൊരിക്കലും വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചത് തീരാതെ, അതായത് നശിക്കാതെ അവൻ ഈ സാധനം വെക്കത്തില്ല. അത് തന്നെയാണ് നിങ്ങൾ നോക്കുക, IS ബാഗ്ദാദി അതിൻ്റെ ലീഡർ അവരെ കംപ്ലീറ്റ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് IS ഇല്ലാതായത്. ഒസാമ ബിൻ ലാഡൻ അവരുടെ കംപ്ലീറ്റ് ബേസ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഇല്ലാതായത്. അത് സഹാരി എന്ന് പറഞ്ഞ ആൾ വീണ്ടും താലിബാൻ വന്ന ശേഷം അവിടെ വന്നു, അയാളെ വീണ്ടും ഡ്രോൺ ഉപയോഗിച്ചിട്ട് അയാളെ കൊല്ലുന്നു. ഇതിൻ്റെ പ്രശ്നം ഇതാണ് സംഭവം. ഇതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ഇതൊരു ടെമ്പററി സീസ് ഫയർ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അമേരിക്കയുടെ അറ്റംപ്റ്റ് ഇസ്രായേൽ നോക്കുന്നവർക്ക് അവർ ജീവനുള്ള ഹോസ്റ്റേജസ് തിരിച്ചു വരിക, പറ്റാവുന്നത്ര ഡെഡ് ബോഡി തിരിച്ചു കിട്ടും. കാരണം അവർക്കറിയാം ഈ പറയുന്ന റീകൺസ്ട്രക്ഷൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അവിടെ പണത്തിൻ്റെ കുറവൊന്നുമല്ല, എല്ലാ രാജ്യങ്ങളും ഫണ്ട് ചെയ്യും, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഫണ്ട് ചെയ്യും. പണത്തിൻ്റെ കുറവും ഇതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് അവർ പുതിയ രീതിയിലോട്ട് പോകാൻ വേണ്ടി അവർ സമ്മതിക്കത്തില്ല. അതിൻ്റെ അകത്തുള്ള വലിയ സഭ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ശാശ്വത പരിഹാരമോ സമാധാനമോ ഒന്നും അല്ല. അതായത് ഒരാഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പറയേണ്ടി വന്നു, ബെഞ്ചമിൻ നെതന്യാഹു പറയേണ്ടി വന്നു, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകി, ഞങ്ങൾ ഇടപെടും. അതാണ് ഇപ്പോൾ. ഇനി അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയാണ് മുഴുവൻ ഉത്തരവാദിത്വം. അപ്പം അമേരിക്ക ഉത്തരവാദിത്വം ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ പഴയ പോലെ ഇസ്രായേലിനെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റുമോ?